ഇതെങ്ങനെ ചെയ്യും? അപ്പൊ നോക്കിക്കേ, നമ്മളുടെ ഇതിൽ തന്നേക്കുന്ന ഫോം നമ്മുടെ ഫോർമുല ആയിട്ട് മാച്ച് ചെയ്യണത് എങ്ങനെ നോക്കാം. നോക്കിക്കേ, 25 എന്ന് പറയുന്നത് എന്താ, കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? dx ബൈ എക്സ് സ്ക്വയർ മൈനസ് 5 സ്ക്വയർ എന്ന് എഴുതാലോ. അപ്പൊ ഇത് ഏത് ഫോമായി? 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറിന്റെ ഫോമുല. അപ്പൊ ഏതാ ഫോർമുല? എന്താ? 1 ബൈ 2a ലോഗ് എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. അതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എടുക്കാം. ഫസ്റ്റ് ഫോർമുല ഇല്ല, ഇത് ഞാൻ ഇവർക്ക് ആദ്യമേ 100 പീഡന ചെറുത് കൊടുക്കാം. അവിടെ ഉണ്ട്, ഇപ്പുറത്തില്ലല്ലോ. ഉണ്ടാ? ഇല്ലല്ലോ. ചെയ്യടാ, ചെയ്താ ഓക്കെ, ചെയ്താ. എത്ര കിട്ടി ഫൈനൽ ആൻസർ? ആ ഇക്വേഷനിലോട്ട് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാര്യം കണ്ടുപിടിക്കാം. എക്സിന്റെ കാര്യം, എക്സ് എന്താ ഇവിടെ? എക്സ് തന്നെ. 5 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 5 എന്താ? എയുടെ ഇത്. ഫോർമുല എന്താ? 1 ബൈ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഫോർമുല ഇട്ട് കൊടുക്കാം. അതെ, അത്രേ ഉള്ളൂ. ആ ഫോർമുലയിൽ കിടക്കുന്ന ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈ ഫോർമുല കണ്ടുപിടിച്ച് അതിലോട്ട് ഇട്ട് കൊടുക്കാം. കിട്ടിയാടാ? അടുത്ത കുറച്ച് പാടായിരിക്കും. അടുത്ത ക്വസ്റ്റൻ എഴുതിക്കടാ. 1 ബൈ 10 ലോഗ് എക്സ് മൈനസ് 5 ബൈ എക്സ് പ്ലസ് 5 പ്ലസ് സി വേണം. മോഡും വേണം. അടുത്ത ക്വസ്റ്റൻ എഴുതിക്കേ. എടാ ഇത് എഴുതിയായിരുന്നു, എക്സ് മൈനസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ചെയ്താ? ചെയ്തിട്ടില്ലല്ലോ. എന്തിനാ? അതല്ല പാട്. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ആദ്യം നിങ്ങൾ ഇന്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്യാട്ടോ കേട്ടോ. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ? ഇന്റഗ്രൽ ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് 1 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ. ഇനി എന്ത് ചെയ്യും? ബോധം ഉണ്ടവര്. ഇനി ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാട്ടോ. എന്തിനേയും സബ്സ്റ്റിറ്റ്യൂഷൻ? എക്സ് സ്ക്വയർ മൈനസ് 1 സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം കേട്ടോ. എടാ നിങ്ങൾ രണ്ടുപേരും ഞാൻ മാറ്റി എടുത്തു കേട്ടോ. അവിടെ ഫ്രണ്ടിലോട്ട് വരെ, ഫ്രണ്ടി വന്നിരുന്നോപ്പാ. അല്ല നിന്റെ കാണണല്ല, ഇവിടെ വന്നില്ല. നിനക്ക് ഇരിക്കണോടാ ഫ്രണ്ടില്? എന്നാ നീ വന്നിരിക്കും. ഇനി ചെയ്. അപ്പൊ എക്സ് സ്ക്വയർ മൈനസ് 1 ടീന്ന് കൊടുക്ക, ഡെറിവേറ്റീവ് എടുക്ക. 2x dx is equal to dt. x dx is equal to dt by 2. ഇനി എക്സിന് പകരം എന്ത് കൊടുക്കാം നമുക്ക്? എക്സ് ഡി എക്സിന് പകരം dt by 2 കൊടുക്കാം. ഈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പകരം ടി സ്ക്വയർ കൊടുക്കാം. ചെയ്യാനുണ്ടാ? അക്യുനെന്താ ഗെയിമിന്റെ സംശയമാണോ? എന്തിന്റെ സംശയം?
ഇനി രണ്ടാമത്തെ അതുപോലെ തന്നെ ചെയ്തോ. രണ്ടാമത്തേല് ഫോർമുല അപ്ലൈ ചെയ്യാട്ടാ. നിനക്ക് എന്തിനാ ചോദിക്കുന്നത്? എന്നോട് ചോദിച്ചപ്പോ എന്താ അവനെ വിട്ടിട്ട് ചോദിപ്പിക്കണ? നീ എക്സാം എഴുതിയില്ല? ഞാൻ നോക്കിട്ടുണ്ട്. നാളെ തരാം. ഇത് മറ്റേ ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാട്ടെ. 1/√(x²) - 1². ചെയ്താടാ? എവിടെ? അത് ക്വസ്റ്റ്യൻ അല്ലേ എഴുതി വെച്ചേക്കണം? ചെയ്ത് നീ ഫ്രണ്ടിലോട്ട് ഇരുന്നേ. ഫ്രണ്ടിലോട്ട് ഇരുന്നു. അത് കുഴപ്പമില്ല, അവിടെ പോയിരിക്കണേ. എന്താ കിട്ടിയാ? √t എങ്ങനെ എടുക്കും? 1/t⁻⁴ -1/2 എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്തു തന്നെ അതിന്? ഇതിൽ ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. നമ്മളിപ്പോ പഠിച്ച മെത്തേഡില്ലേ, സ്പെഷ്യൽ ഇന്റഗ്രൽസ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇതായാലും നമ്മൾ സെക്കൻഡ് എക്സസൈസ് തുടങ്ങി പഠിക്കാനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യും. ഇത് എന്ത് ചെയ്യും? ഇതിപ്പോ നമ്മൾ പഠിച്ച ഫോർമുല കിടക്കണം. അതിലിട്ട് കൊടുക്കും. അപ്പൊ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാതെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തിട്ട് ചെയ്താടാ? കാണിച്ചേ, അക്കിണ്ട കാണിച്ചേ. വന്നപ്പോ തന്നെ കഥയും പറഞ്ഞു തന്നെ അവിടുന്ന്. നീ വന്നപ്പോഴാണ് ഇവിടെ ഇതുവരെ ബാക്ക് ഉറങ്ങി കിടക്കണായിരുന്നു ഇവിടെ. എന്താ കിട്ടിയ? √(x²) 2 എങ്ങനെ വന്നടാ? 2 കട്ടായി പോകണ്ടാടാ. 2 കട്ടായി പോവും. അത്രേ ഉള്ളൂ. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യടാ. അതിനെന്തെടുക്കാം? 1/√t എന്നുള്ളത് t⁻⁻² -1/2. ഇനി ഇന്റഗ്രേറ്റ് ചെയ്ത് -1/2 + 1/(-1/2 + 1). ഇത് ഇന്റഗ്രേറ്റ് ചെയ്യും സെപ്പറേറ്റ് ആയിട്ട്. വരും. അതിന് മുമ്പൊരു 1 കിട്ടിയ ആരുന്നത്? ടീക്ക് വരാൻ വാല്യൂസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ സാധനം ഇട്ട് കൊടുക്കും. അഭിരാമേ ഫോൺ ഞാൻ മേടിച്ചു വെക്കണം. എവിടെ കാണിച്ചു? എവിടെ ആൻസർ? എവിടെ? ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്തില്ലേ നീ? കിട്ടിയാ? ഇനി ടീക്ക് വരാൻ വാല്യൂ കൊടുക്കൂ. ചെയ്യ്. ആ -1/2 എന്നുള്ളത് ഇതിന്റെ മൈനസ് ആണ് കേട്ടോ. ഈ t⁻⁻² -1/2 ആണ്. -1/2 + 1 എന്താ? ടിയുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താടാ. ആൻസർ √(x² - 1 -log mod x + √(x² - 1). കിട്ടിയാ? എടാ കിട്ടിയ ആൻസർ? √(x² - 1). ഇതാണ് കേട്ടോ ഫൈനൽ ആൻസർ. കിട്ടിയാ? എന്താ ഗൗരി കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ. sec²x √tan²x + 4. എന്തിന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴാണ് ഇവിടെയുള്ള ഒരു സാധനം കിട്ടണത്? tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec²x. അപ്പൊ നമ്മൾ tan x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ഡയറക്റ്റ് എങ്ങനെ ചെയ്യണം?
ഗൗരി കഴിഞ്ഞ എന്ത് കഴിഞ്ഞു? ഏതാ? ആ അപ്പൊ നോക്കിക്കേ, tan x is equal to നമ്മൾ എന്ത് കൊടുത്ത് t കൊടുത്ത് ഡെറിവേറ്റീവ് എടുക്കുമ്പോ എന്ത് കിട്ടും? tan x ന്റെ ഡെറിവേറ്റീവ് എന്താ ഗൗരി? ചെവി ആക്കാൻ പോലെ sec square x dx is equal to dt. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ആൻസർ ഞാണ്ടോ നീ വിളിച്ചു പറയണ്ട. കിട്ടിയാ? എന്ത് ചെയ്യണം അടുത്തത്? sec square x ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഇവിടെ dx ഒക്കെ ഉണ്ട്, അതൊക്കെ എഴുതും. sec square dx ന് പകരം നമുക്ക് dt കൊടുക്കാം. അപ്പൊ മുകളിൽ എന്താവും? dt by sec square x dx ന് പകരം dt root of tan square x ന് പകരം ടി സ്ക്വയർ. ഈ 4 ന് വരെ നമുക്ക് 2 സ്ക്വയറിന് എഴുതാലോ. അപ്പൊ ഇത് എന്ത് ഫോർമുലയിലായി? പഠിച്ചൊരു ഫോർമുലയില്ലേ? 1/. എക്സ് എന്താടാ? എക്സ് ആണാടാ നമ്മുടെ ഫോർമുലയിൽ. ഇവിടെ ടി അല്ലേ കിടക്കണ? അപ്പൊ ആ ടീയുടെ വേരിയബിൾ ആക്കി എഴുതണേ. ഞാൻ കൊണ്ടുവരാം. ഞാൻ വെറുതെ പറഞ്ഞാടാ, എനിക്ക് മാർക്കുണ്ട്. അഭിരാമന് കിട്ടിയാ? കഴിഞ്ഞാടാ? എവിടെ ഫൈനൽ ആൻസർ കാണിച്ച്? ഇത് ഏത് ഫോർമുലയാടാ നീ ഇട്ട് കൊടുത്തേക്കണം? റൂട്ട് ഉണ്ട്. അപ്പൊ ഏത് ഫോർമുല? എടാ ഫൈനൽ ആൻസർ ഇതാണ്. ലോഗ് +4 നമുക്ക് എങ്ങനെ 2 സ്ക്വയറിന് എഴുതാം? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്തേ. ഇതാണോ കിട്ടിയത്? അടുത്ത ക്വസ്റ്റ്യൻ 1/√ എടാ മിണ്ടാണ് തരാടാ. 1/√ x² + 2x + 2. ഇതെങ്ങനെ ചെയ്യും? ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം? അപ്പൊ 2x ന്റെ വേരിയബിളിന്റെ പകുതി എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാൽ മതി. നമുക്ക് നോക്കിക്കേ, x² + 2x + 1 എന്ന് പറയുന്നത് എന്താ? x + 1. ഇതിന് നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് 1/. നോക്കിക്കേ, √ x² + 2x + 1 + 1 എന്ന് എഴുതി. എന്നിട്ട് ഇതിനെ മാറി നമുക്ക് എങ്ങനെ എഴുതാം? x + 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. ഇറ്റ് ഈസ് ഈക്വൽ ടു 1/√ x + 1 ഹോൾ സ്ക്വയർ + 1. എന്നിട്ട് ആ ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്താൽ മതി. എടാ മനസ്സിലായോ? ഇത് x² + 2. ഈ +2 ഞാൻ +1 + 1 എന്നിട്ട്
അപ്പൊ ഇതെന്താ എക്സ് പ്ലസ് വണ്ണിന്റെ ഹോൾ സ്ക്വയറിന്റെ ഫോം ആയില്ലേ ഇത്? അത് എക്സ് പ്ലസ് വണ്ണിന്റെ ഹോൾ സ്ക്വയർ എന്നിട്ട് ഈ വണ്ണിട്ട് ഇതിപ്പോ എന്ത് ഫോമിലായി? 1/√(x² + a² ഫോമിലായി. അപ്പൊ ആ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി ഡയറക്റ്റ്. മനസ്സിലായില്ല അഭിരാമി? എന്താണ് 1/√(x² + a²? നോക്കണ്ട. ലോക ആ പറ. ലോക മാത്രമുള്ള x²? 1/(x+) അല്ലേ ഫോർമുല? അല്ലടാ ലോഗ് അല്ലേ, സോറി 1/log (x + √(x²) + c). കഴിഞ്ഞാടാ? ഇരിപ്പ് നോക്കി അഭിരാമിന്റെ ഒക്കെ കഴിഞ്ഞോ? കിട്ടിയാ? അടുത്ത ക്വസ്റ്റ്യൻ 4x + 1 √(2x² + x - 3. അല്ലെങ്കിൽ വേണ്ട, ഇതിന് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യാം. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ചെയ്താൽ മതി. ഇതാ ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ മുകളിലത്തെ സാധനം കിട്ടുമല്ലോ, ഇതിന്റെ ഡെറിവേറ്റീവ് അല്ലേ? മനസ്സിലായില്ല ഐഡന്റിറ്റി? അതായത് നോക്കിയ 2x² + x - 3 = t കൊടുത്ത് ഡെറിവേറ്റീവ് എന്താ? 2x² ഡെറിവേറ്റീവ് 4x, x ന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ 4x + 1 dx = dt. അപ്പൊ മുകളിലത്തെ സാധനം വന്നില്ലേ? റൂട്ട് ഓഫ് ഇത് വരും. മറ്റേ കോഷ്യൻ റൂള് ഇന്റഗ്രേഷൻ നിങ്ങളത് പഠിച്ചിട്ടുണ്ടോ? മറ്റേ ഇതാ കോഷ്യൻ റൂള്. ഇത് ഡയറക്റ്റ് ഫോർമുലാസ് ഒന്നും വരില്ല കേട്ടോ ഇതിന്റെ അകത്ത്, ഡയറക്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്തപ്പോ അടിയിലത്തെ സാധനം എന്ത് വരും? 1/√t എന്ന് വരൂലേ? നീ എന്താ ഇത് വെച്ചേക്കണോ? √t ഇന്റഗ്രേറ്റ് ചെയ്താ നീ സാധനത്തിനാ ഇന്റഗ്രേറ്റ് ചെയ്തില്ല. അവൻ അങ്ങനെ എഴുതിയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് വെച്ച് തിരിച്ച് കഴിഞ്ഞ 1/l വെറുതല്ലേ? എവിടെ കാണിച്ചേടാ? അത് കൊള്ളാം, പുതിയ ഫോർമുല ഒക്കെ കണ്ടുപിടിച്ചാ. ഇതിന്റെ എവിടെ? എനിക്ക് ആൻസർ കിട്ടിയാ മതി. ആൻസർ കിട്ടിയാ? നീ പുതിയ ക്വസ്റ്റ്യൻ ചെയ്തില്ലേ? അപ്പൊ ഗൗരിയുടെ ആൻസർ അക്വിനെ കഥ കഴിഞ്ഞാ? അക്വിന് കിട്ടിയപ്പോ ഇവിടെ എല്ലാവർക്കും കിട്ടും. ഇവൻ എന്തായാലും കിട്ടും. ഇത് 2 ആണോ? 2 മുകളിലാണോ അവൻ്റെത്? t⁻1/2 + 1 അത് തന്നെയല്ലേ ചെയ്തത്? ഇവിടെ ചെയ്താ 1/2 + 1 -1/2 + 1 2 മൾട്ടിപ്ലൈ ആയിട്ടുള്ള വരുള്ളൂ. അക്കിന്റെ ബുക്ക് തന്നെ t⁻1/2 + 1 -1/2 + 1 വരും. ഇങ്ങനെ വരുള്ളൂ ആൻസർ. 2 ×
ആ -1/2 + 1 എന്താ? ഡിനോമിനേറ്റർ -1/2. ആ കിട്ടിയാ? എടാ അടുത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും. x+2 ഗൗരിക്ക് കിട്ടിയാ? എന്തിനാ ബാക്കിലേക്ക് ആൻസർ ചെയ്താണോ? x+2 √(x²) - 1. x+2 √(x² - 1). ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാട്ടോ. x √(x² - 1 + 2 √(x² - 1. മനസ്സിലായില്ല? അതായത് x √(x² - 1. ഇതിന് കിട്ടിയില്ലേ? ഇതിനെന്താണ് കിട്ടാൻ പാട്? എങ്ങനെ വരും? ഇന്റഗ്രൽ ഓഫ് dt/√t. പിന്നെ കിട്ടിയാ? ഇതാ ആ മോളിലത്തേല് ഫോർമുല ഇടേണ്ട ആവശ്യമുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യാം. ഇത് വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ചെയ്യാം, ഇന്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. മറ്റേത് ഫോർമുല ഇട്ടാണ്. നീക്കടെ വർത്താനം പറഞ്ഞിട്ടാണ് ചെയ്യാത്തത്. ഇത് കഴിഞ്ഞാ ഇത്രയും നേരം വേണം എനിക്ക് ഇത് ചെയ്യാൻ? ഏത്? കൊണ്ടോ ഞാൻ നോക്കിത്തരാം. ഏതിനകത്ത് ഇതിൻ്റെ ആണോടാ കഴിഞ്ഞ പ്രോബ്ലത്തിന്റെ? 2 × √(something) 2 × √(2x² + x². കിട്ടിയില്ലേ? ആണ്ട് കിട്ടാൻ അവിടെ കാണിച്ച്. dx ഇതിൻ്റെ കൂടെ dx ഉണ്ട്, ഇന്റഗ്രൽ ഉണ്ട്. അപ്പൊ നോക്കിക്കേ ഏതിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തത്? അപ്പൊ ഈ 4x + dx എന്ന് പറയുന്നത് എന്തായി? ഇപ്പൊ ഇത് dt. അപ്പൊ ഇതിന്റെ പകരം നമുക്ക് എന്താ? dt/ ഇതിനെന്താ? √t ഇന്റഗ്രൽ. ഇനി 1/√നെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ അറിയില്ലേ? e⁻⁻² - 1/2 + 1 -1/2 + 1 ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കണേ. ഇനി -1/2 + 1 എന്ന് പറയുന്നത് എന്താ? e⁻⁻² അടിയിലത്തെ dx ഒരുമിച്ചെടുക്കണം. അത് ആ ക്വസ്റ്റ്യനിൽ അങ്ങനെ എഴുതണേ. എവിടെ നിന്റെ അവിടെ ആ പ്രോബ്ലമേ ചെയ്തിട്ടില്ല. ഇത് സ്പ്ലിറ്റ് ചെയ്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. ഇത് √(x² - 1 = t. കിട്ടിയാടാ ആൻസർ? കാണിച്ചേ. ഡെറിവേറ്റീവ് എടുക്കും. റൂട്ടല്ല, വെറുതെ x² - 1 = t. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 2x അപ്പുറത്ത്. കിട്ടിയാ? 2 വരും. 2 പുറത്തെടുത്തോ. കാരണം ഫോർമുല 2 ഇല്ലല്ലോ മുകളിൽ, പുറത്തിട്ടിട്ട്. അഭിരാമി കിട്ടിയാ? കാണിച്ച്. അറേഞ്ച് ചെയ്യാനാ?
കിട്ടിയാടാ? അവനതന്നെയല്ലേ ടൈം. അവനെങ്ങനെ 1/2 ഇന്റഗ്രേറ്റ് ചെയ്തില്ലേടാ? എവിടെ അതിന്റെ ആവശ്യമില്ല, പുറത്തെടുത്തിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഇതിനെ 2 പുറത്തിടുക. ഇവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ 2 മാത്രമല്ലേ ഉള്ളൂ. ഫോർമുല അപ്ലൈ ചെയ്താൽ പോരെ? 1/2 കൊടുത്തിടുക. അപ്പൊ 1/x². ഇവിടെ 2 കൊടുത്തിടുക. അപ്പൊ 1/x² - 1 എന്നാവും. എന്നിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. കിട്ടിയില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ സ്റ്റെപ്പ് x² - 1 = 2x. ഇവിടെ x dx is equal to ഇതിലോട്ട് ഇട്ട് കൊടുക്കുമ്പോ dt/2 1/2 പുറത്തു കൊടുക്കും. പിന്നെ 1/√t പ്ലസ് ഇതാ 2 പുറത്തിടുക. ഫോർമുല അപ്ലൈ ചെയ്യാം. ഫോർമുല എന്തായിരുന്നു? ലോഗ് മോഡ് x² ബ്രാക്കറ്റ് ഉണ്ട്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്താ ഗൗരിക്ക് കിട്ടിയാ? പകുതിയാ. കഴിഞ്ഞാടാ? അടുത്ത ക്വസ്റ്റ്യൻ ഏതൊക്കെ? 1/ കിട്ടിയാ? 1/9x² പ്ലസ് 6x പ്ലസ് 5. എന്താണ് ഇത് ചോദിക്കാം? ആദ്യം 1/9 കോമൺ ആണ്. This is called completing the square. ഇത് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇല്ലേ, അതിന്റെ സ്ക്വയർ എടുത്തിട്ട് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക ഇക്വേഷനിൽ. 9x² + 6x + 5 അല്ലേ? ഇതിന് നമുക്ക് x² + a² ആ ഒരു ഫോമിലോട്ട് കൊണ്ടുവരണം. അപ്പോ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ? ഇവിടെ 6 അല്ലേ? 6ന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യാം. 3². അത് ആ ഫോമിലോട്ട് ആക്കാൻ വേണ്ടിട്ടാ. ഇങ്ങനത്തെ പ്രോബ്ലംസ് എല്ലാം അങ്ങനെ ചെയ്യേണ്ടത്. അത് നിങ്ങൾ ഉണ്ടായില്ലേ എടുത്തപ്പോ? സ്പ്ലിറ്റിംഗ് ബൈ ഉണ്ടായില്ലേ? പറഞ്ഞു. ഇങ്ങനെ ചെയ്താൽ നമുക്ക് പറ്റുമോ?
എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്തപ്പോൾ അത് കിട്ടണ്ടോ? എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ ആണോ? അങ്ങനെ പറ്റും. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് ഓൾവേസ് 1 ആയിരിക്കും. എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം നമുക്ക്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഇതിൽ നമുക്ക് 9 പുറത്തെടുക്കാമല്ലോ. ഇതിൽ നിന്ന് 9 പുറത്തെടുക്കാം. ആദ്യം പുറത്തിടുക. അതായത് ഇവിടെ നിന്ന് 9 പുറത്തെടുക്കുമ്പോൾ എന്താകും? അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം. 1/9 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോഴത്തേക്കും എന്താവും? അത് പോകും. 6/9 ആവും. പിന്നെ 5/9 ആവും. രാമൻ ചെയ്യണം. ആദ്യം 1/9 വെച്ച് ഈ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ മൊത്തം ഇക്വേഷന് 9 വെച്ച് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് അത് പുറത്തെടുക്കാം. എടാ ആദ്യം അവിടെ നമുക്ക് 1/9x² + 6x + 5 അല്ലേ? അപ്പൊ എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 ആക്കണം. അപ്പൊ ആ അടിയിലത്തെ ഇക്വേഷന് 1/9 വെച്ച് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അല്ല, ഇത് മാറ്റണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? കട്ട് ചെയ്ത് കളയണില്ലേ? ബൈ 9 ചെയ്താ പോരെ മൊത്തം ഇക്വേഷനാ? അല്ലെങ്കിൽ ഇതിന് 9 പുറത്തെടുക്കാം മൊത്തത്തിലായിട്ട്. മനസ്സിലായ? മൊത്തത്തിലായിട്ട് എടുക്കുമ്പോ എന്ത് വരും? 1/9 ഇന്റഗ്രൽ ഓഫ് 1/x² + 6/9 ആവും. 6/9x + 5/9 അങ്ങനെ. 3x + 1/2 അല്ലേ? കിട്ടിയാ? എന്തോ 2/3 x + 5/3. അത് നമുക്ക് എങ്ങനെ എഴുതാം? അതിൽ എഴുതി കഴിഞ്ഞാ ഇത് നമുക്ക് x + 1/3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആയത്. ഇത് നമ്മൾ സ്പ്ലിറ്റ് അത് നോക്കിക്കേ. x പ്ലസ് expand ചെയ്യുന്നത് x² + 2ab + b². എന്ത് വരും? ഇത് കിട്ടും. ഇതെന്തായാലും കിട്ടും. പിന്നെ ബാക്കിയുള്ള ഉണ്ടല്ലോ 1/3 ഹോൾ സ്ക്വയർ 1/9 കിട്ടും. ബാക്കിയുള്ളത് 4/9 ആക്കി എഴുതാം. മനസ്സിലായ? എന്നിട്ട് ആ 4 പ്ലസ് 4/9 കിട്ടിയാലോ? 6/9 പ്ലസ് 5/9 അല്ലേ? ഇങ്ങനല്ലേ കിട്ടിയത്? ഇനി നോക്കിക്കേ, അടുത്തതില് ഇതെന്ന് പറയണ എന്തിന്റെ എക്സ്പാൻഷൻ ആയിട്ട് വരും? അത് നിങ്ങൾ ആലോചിക്കാം. അതായത് x + 1/3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇതും + 4/9 ആണ്. x + 1/3 എക്സ്പാൻഷൻ എന്താ? x² + 2ab 2x + 1/9 അല്ലേ? അതായത് x² ഇത് നമുക്ക് ചെറുതാക്കാലോ. 6/9 എങ്ങനെയൊക്കെ എഴുതാം? 2/3 അല്ലെങ്കിൽ അങ്ങനെ തന്നെ എഴുതാനും കുഴപ്പമില്ല. അപ്പൊ 2/3 വരുന്നുണ്ടല്ലോ ഇവിടെ. 2/3x + 1/9. അപ്പൊ ഇതിന് ഞാൻ 1/x² + 2/3 x + 1/9 + 4/9 എഴുതാലോ. മനസ്സിലായ? ഇതിന് ഞാൻ 6/9 2/3 രീതിയിലും കുഴപ്പമില്ലല്ലോ. ഈ 5/9 എന്തായി? 1/9 + 4/9 ആയി. അപ്പൊ ഈ ഒരു ഇക്വേഷൻ മാത്രം എന്തായി? 1/x + 1/3 ഹോൾ സ്ക്വയർ ആയി. മനസ്സിലായില്ല? 1/x + 1/3 ഹോൾ സ്ക്വയർ പ്ലസ് എന്ത് കൂടി എന്തിന്റെ സ്ക്വയർ ചെയ്ത്? 4/9 എന്ന് പറയുന്നത് 2/3 ഹോൾ സ്ക്വയർ. ഇപ്പൊ ഇത് എന്ത് ഫോർമുലയിലായി? 1/x² + a² ഫോർമുലോട്ടായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആൻസർ കിട്ടും. പക്ഷെ ഇവിടെ ഇങ്ങനെ ആലോചിക്കണം നിങ്ങള്. ഇവിടെ വരുമ്പോ കുറെ പ്രോബ്ലം ചെയ്ത് കഴിയുമ്പോൾ ഓക്കെയാവും.
എടാ നിനക്ക് മനസ്സിലായി ആൽവിൻ അല്ലേ? കഴിഞ്ഞാടാ അങ്ങനെ എടുക്കാൻ പാടില്ല. അങ്ങനെ തിരിച്ചായി പോകും. പിന്നെ മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണ്ടേ? എന്താ എന്താ മനസ്സിലായില്ല. 1/9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എന്തായി? മുകളിൽ മൾട്ടിപ്ലൈ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ മുകളിൽ എന്ത് ചെയ്യണം? 1/9 ഇപ്പൊ താഴത്ത് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പൊ മുകളിലും ചെയ്യണം. ആ കിട്ടിയാടാ? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്. അതായത് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന്റെ 6x പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യും. അതാണ് മെയിൻ ആയിട്ട് ചെയ്യാറുള്ളത് നമ്മൾ. പക്ഷെ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എപ്പോഴും 1 പാടുള്ളൂ. ഇവിടെ 9 അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ 1 പുറത്തെടുക്കുക. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം വന്നാൽ ഇതിന് ഏത് കോഎഫിഷ്യന്റ് ആണോ അത് പുറത്തെടുക്കുക. അപ്പൊ ഇത് പുറത്തെടുക്കുമ്പോൾ 1/9 ആവും. ബാക്കിയുള്ളത് ഇത് പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്താകും? 6/9 അല്ലേ ആകുള്ളൂ. കാരണം അകത്തോട്ട് മൾട്ടിപ്ലൈ 2 ക്യാൻസൽ ചെയ്ത് 6x കിട്ടണം. അപ്പൊ 6/9 പ്ലസ് 5/9 ആവും. മനസ്സിലായ? എന്നിട്ട് നമ്മൾ അതുപോലെ ചെയ്യണം. ആൽവിന്റെ കഴിഞ്ഞാ കിട്ടിയാ? എവിടെ? ഇനി നമുക്ക് ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ 6/9 എന്നുള്ളത് കുറച്ചും കൂടി കട്ട് ചെയ്ത് നമ്മൾ 2/3 ആക്കാം. അപ്പൊ ഈ സംഭവം എന്ന് പറയുന്നത് x+1 1/3 എക്സ്പാൻഷൻ ആയിട്ട് വരും. അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട് കണ്ടോ? x+1/3 എക്സ്പാൻഷൻ. അപ്പൊ ഇതൊന്ന് ഇത് 2/3 ആക്കിയിട്ട് അതൊന്ന് ചെയ്തു. ഇതിന് ഷോർട്ട്. ഇനി നമുക്ക് ഇതിനെ കോമൺ ഫാക്ടേഴ്സ് ഇല്ലാതെ അങ്ങനെ എഴുതാൻ പറ്റില്ല. കിട്ടിയാടാ? ഇന്റഗ്രേറ്റ് ചെയ്താ പിന്നെ കിട്ടിയ 1/6 ആണ്. അതായത് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ അതിങ്ങനെ ആലോചിച്ചാൽ മതി. എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി എന്താ? 2/3 ഹാഫ് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. കേട്ടാ? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതി ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ഫോം ഇതുപോലെ ക്രിയേറ്റ് ആവും. നമ്മുടെ അടുത്ത പ്രോബ്ലം ചെയ്യുമ്പോൾ മനസ്സിലാവും. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കേ. 1/√of കഴിഞ്ഞ 1/√of x - 1 into x - 2. 1/√of x - 1 into x - 2. അഭിരാം മാർക്കർ അങ്ങനെയൊക്കെ അവൻ റെഡിയാ. അങ്ങനെ പറയാൻ കാത്തിരുന്ന വെച്ചിരുന്നു. എടാ അപ്പുറത്തുണ്ടോ? എടാ വേണ്ട. ആ വേണ്ട, അവിടെ ഇരുന്നോ. കിട്ടി കിട്ടി.
1/√(x - 1) into x plus 2. x minus 2 ട്ടാ. അപ്പൊ ഇത് മാത്രം സെപ്പറേറ്റ് ഇട്ടിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അത് x minus 2 x minus 1 into x minus 2 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. അതിനെ മാത്രം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ അതുപോലെ ആവും. അപ്പൊ പിന്നെ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ ചെയ്യാം. ഈ പ്രോബ്ലം വരുമ്പോ മനസ്സിലാവും കേട്ടോ. ഇതിനകത്ത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കേ, എക്സ് സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 1 അല്ലേ, അപ്പൊ കോമൺ പുറത്തെടുക്കാനൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യേണ്ട, എക്സ് സ്ക്വയർ മൈനസ് ഈ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. പകുതി എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, -3/2 വരും അല്ലെ. ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. സ്ക്വയർ ഒക്കെ എടുത്തിട്ട് കിട്ടിയാ? അതിന് ചെയ്യാൻ കിടക്കുന്നില്ല. എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യും. എടാ അതാ പറഞ്ഞ, എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി ആഡ് ചെയ്ത് മൈനസ് ചെയ്ത് പകുതിയുടെ സ്ക്വയർ. അവിടെ എന്താ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോം ചെയ്ത് x² - 3x + 2. അതിന്റെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ, 1/2 ആ. 3 അല്ലേ എക്സിന്റെ കോഎഫിഷ്യന്റ്. 3യുടെ പകുതിയുടെ സ്ക്വയർ. അപ്പൊ 3യുടെ പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ, 3/2യുടെ സ്ക്വയർ ആഡ് ചെയ്ത് അത് പോയിന്റ് കണ്ടുപിടിക്കണം. 3/2യുടെ സ്ക്വയർ ആഡ് ചെയ്തു, മൈനസ് ചെയ്തു. നമുക്ക് x² + a² ഫോമിലോട്ട് ആക്കാനായി ചെയ്യണത്. ഇല്ല, എന്നിട്ട് നമ്മൾ ആ x² + a² ഫോമിലോട്ട് ആക്കും. 0/2 ആ. എടാ അത് അങ്ങനെ ആഡ് ചെയ്യുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല. നമ്മൾ ആ ഫോമിലോട്ട് ആക്കി എടുക്കാൻ എങ്ങനെ ചെയ്യണത്. അപ്പൊ 3/2യുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 9/4 വരും. അപ്പം അതിന് മാത്രം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ആദ്യം x + 1² ആ ഒരു ഫോമിൽ ആദ്യം അത് എത്ര എടുക്കാം. 1/2² മറ്റേത് കിട്ടിയാടാ? 9/4. ഇതെന്ത് കിട്ടി, 2 - 9/4. ഇത് എത്ര കിട്ടി ആൻസർ, 1/4. മനസ്സിലായ? ഓക്കട കൊണ്ട ഇവിടെ വെറുതെ തലാട്ടെ. 3/2 സ്ക്വയർ 9/4. പിന്നെ ഇത് 2 - 9/4 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ -1/4 കിട്ടും. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, x² - 3x + 9/4 എന്നുള്ളത് x - 3/2 ആണോ? ഇതിനെ മാത്രം അങ്ങനെ പണ്ട് ഇങ്ങനെ x² + a² ആ ഫോമിലോട്ട് ആക്കാനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്. എന്നാ പിന്നെ അത് അങ്ങനെ ചെയ്തുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇക്വേഷൻ ഒന്നും മാറില്ല. ആഡ് ചെയ്തോണ്ട് സബ്സ്ട്രാക്ട് ചെയ്തു. ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്, ഒരു സാധനം മൈനസ് ചെയ്ത് കളയുന്നുണ്ട്. അപ്പൊ ഇക്വേഷന് വലിയ കുഴപ്പമൊന്നും സംഭവിക്കുന്നില്ല. നമുക്ക് ആ ഫോമിലോട്ട് ആക്കി എടുക്കാൻ വേണ്ടിട്ട് എങ്ങനെ ചെയ്യണം, ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടത്. x²
ടേമിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക മൈനസ് ചെയ്യുക എന്നിട്ട് ആ ഫോമിലോട്ട് ആക്കി എടുക്കണം. അപ്പൊ ഇത് നമുക്ക് എന്താ ചെയ്യുന്നത്? എക്സ് മൈനസ് 1/3 ദ ഹോൾ സ്ക്വയർ കിട്ടും. 2/3 സോറി 3 ഹോൾ സ്ക്വയർ മൈനസ് 1/2 ദ ഹോൾ സ്ക്വയർ. അപ്പൊ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്താ? ഈ ഒരു സാധനത്തിന് പകരം ഇത് എഴുതാം. ഇതാണ് ഒരാഴ്ച 2-3 ദിവസമല്ലേ ആയിട്ടുള്ളൂ ക്ലാസ് അടച്ചിട്ട്. ചെയ്ത് കഴിഞ്ഞാ 9/4 എടാ ഇതിനാ ഏതാണ്? ഇതാണ് നീ ഉദ്ദേശിച്ച 2 - 9/4. ഇത് കിട്ടിയാ ഇത്ര. ഇനി ഇതിന് പാട് ഇതുകൊണ്ടിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. ഫോർമുലോട്ട് അപ്ലൈ. അക്യുനെ കഥ കഴിഞ്ഞ ആൻസർ ആണ് ഇത്ര നേരം എഴുതി പറയണ. എന്താ ചോദിച്ചാ? സോറി അതായത് നമ്മള് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോ a² - b² തന്നെ കിട്ടുള്ളൂ. ഇത് നോക്കിട്ട് മനസ്സിലാക്കാം. എന്താ സോറി x² മൈനസ് 3/2 സ്ക്വയർ ഉള്ളതിന്റെ ഹോൾ സ്ക്വയർ നമ്മൾ ആഡ് ചെയ്ത സാധനം ഇല്ലേ അത് x മൈനസ് ആ സ്ക്വയർ ആഡ് ചെയ്തില്ലേ അതിന് ബൈ ദ ഹോൾ സ്ക്വയർ. മൈനസ് അല്ലേ ഇവിടെ, പ്ലസ് ആണെങ്കിൽ പ്ലസ് വരും കേട്ടോ. കിട്ടിയാ? കിട്ടിയാ? ബാക്കി ആരും ചെയ്ത് കഴിഞ്ഞാടാ? അഭിരാം കഴിഞ്ഞാ? ഫൈനൽ ആൻസർ കാണിച്ച് കാണിക്ക. അഭിരാം കണ്ട? അത് പറഞ്ഞപ്പോഴാണ് ഫൈനൽ ആൻസർ. ടെക്സ്റ്റ് ഒന്ന് തരാമോ? ഈ ഇതിനകത്ത് തന്നെ ഈ സ്പെഷ്യൽ ഫോംസ് വരുന്നുണ്ടോ? അതിന്റെ പ്രോബ്ലംസ് വരുന്നുണ്ടോ ഇവിടെ? ഇതിലോ? അതായത് ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇവിടെ വരുന്നുണ്ടോ? അപ്പുറത്തെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു എടുത്തിട്ട്? ഇതതുപോലെ ടെക്സ്റ്റ് എടുത്തടാ. ടെക്സ്റ്റ് എടുത്തേന്. ക്വസ്റ്റ്യൻ നമ്പർ 24 ഏത്? എക്സൈസ് 7.4 24. ടെക്സ്റ്റ് Question number 24. 1/√ of a നമ്മൾ ചെയ്താ? അതിപ്പോ ചെയ്തല്ലേടാ? അല്ലല്ലോ, ഇപ്പൊ ചെയ്താ? ഞാൻ കൊണ്ടുവന്നെ. നമ്മൾ റൂട്ടുള്ളതാ ചെയ്ത. ചെയ്യാത്ത റൂട്ടില്ലാത്ത ചെയ്താ? നമ്മള് റൂട്ടുള്ളതാ ചെയ്തത്. അഭിരാ
ടെക്സ്റ്റ് ഉണ്ടോ? അതേ ഇരിക്കുന്ന ടെക്സ്റ്റ് 24. ഇപ്പൊ നമ്മൾ ചെയ്ത പോലെ തന്നെ കേട്ടോ അതും 1/, ക്വസ്റ്റ്യൻ എഴുതിക്കേ 1/x² + 2x + 2. ആ 1/, ഗൗരി ചെയ്തേ. ഗൗരി ചെയ്. ചെയ്താ അന്ന ബോഡി ചെയ്വാ. അത്ര കോൺഫിഡൻസോട് പറഞ്ഞല്ലേ പോയി ചെയ്തു. ബുക്കിലില്ല. ചെയ്. അത് എളുപ്പമാടാ, പോയി ചെയ്യടാ. ന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്ത് സബ്സ്ട്രാക്ട് ചെയ്യുക. പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 കേട്ടോ. 1 ആഡ് ചെയ്യാം, മൈനസ് ചെയ്യാം കേട്ടോ. കിട്ടിയായിരുന്നത് കഴിഞ്ഞോ? എവിടെ കാണിച്ചേ? കിട്ടിയോ? എടാ അത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ചെയ്തേ. അഭിരാം കഴിഞ്ഞ? അടുത്ത ക്വസ്റ്റ്യൻ ചെയ്ത് എവിടെ കാണിച്ചേ? ക്വസ്റ്റ്യൻ എഴുതി വെച്ചിട്ട് ചെയ്തേടാ വേഗം. അത് പുറകിലൊക്കെ അതെങ്ങനെ എഴുതാ? ഇതിപ്പോ x² + 2x + 2 ഡിനോമിനേറ്റർ കോഎഫിഷ്യന്റ് എക്സിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുക മൈനസ് 2 ആണ്. 2ന്റെ പകുതി 1ന്റെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. നീ ചെയ്യത് 1 തന്നെ. ഏത്? x² + 2x. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ആഡ് ചെയ്യണം. +1 മൈനസ് ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ആഡ് ചെയ്യുക, ഇവിടെ ആഡ് ചെയ്യുക, അവിടെ മൈനസ് ചെയ്യുക. ഇനി ഡയറക്റ്റ് ആ ഫോമിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ചെയ്താൽ മതി. അഭിരാമിനെ ഞാൻ പുറത്തോട്ട് ഇറക്കി എടുത്തുട്ടാ. ചെയ്താ ഫോർമുല തന്നെയാണോ? 1 tan inverse x/a അല്ലേ? അവന് കിട്ടിയപ്പോ എനിക്കും കിട്ടിയത്. 4 പുറത്തു. tan x 9 അല്ലേ പുറത്തെടുക്കേണ്ടത്? x² ടേം. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതി ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക. അഭിരാമ എന്താ ചെയ്തോണ്ടിരിക്കണം? കഴിഞ്ഞ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താ? ഇത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 25th ക്വസ്റ്റ്യൻ.
എടാ ഇത് കഴിഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 25th ടെക്സ്റ്റിലുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താടാ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതല്ലേ പറഞ്ഞ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അതില് ടെക്സ്റ്റിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അല്ല. ബ്രേക്ക് വരാം, ഇത് കഴിഞ്ഞിട്ട്. ബ്രേക്ക് ആളല്ല, പിന്നെ നിനക്ക് എന്ത് ബ്രേക്ക് വരാം? 6 മണി ആയുള്ളൂ. ആരാ 4 മണിക്ക് വന്ന? നീയാ 4 മണിക്ക് വന്ന? അവൻ 5 മണി ആയപ്പോഴേടാ വന്നത്. 4:59. അച്ഛൻ ബാബുവിന്റെ 5:10. എക്സ് സ്ക്വയർ എപ്പോഴും പോസിറ്റീവ് ആക്കി വെക്കണം കേട്ടാ, എക്സ് സ്ക്വയറിന്റെ ടേമേ. അപ്പൊ ആദ്യം ഒന്ന് തിരിച്ചിട്ടിട്ട് അതിൽ നിന്ന് പുറത്തെടുത്താൽ മതി കേട്ടാ. അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, 9x - 4x സ്ക്വയർ അല്ല, അതാദ്യം തിരിച്ചിടുക. എക്സ് സ്ക്വയറിന്റെ ടേം ആദ്യം വരുന്ന രീതിയിൽ എഴുതുക. എന്നിട്ട് ആ എക്സ് സ്ക്വയറിന്റെ കൂടെ കിടക്കുന്ന ടേം പുറത്തോട്ട് എടുക്കുക. ആൻസർ അതെന്താ കാണാപ്പാട് പഠിച്ചിരിക്കണോ? പിന്നെ കാണുമ്പോ മനസ്സിലാവല്ലേ? എടാ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് തന്നെ ആയിരിക്കില്ല കൊടുക്കുക കേട്ടാ. ആൻസർ ബി ആണെന്ന് പറഞ്ഞാൽ അതിൽ പോയി ഇത് മൈനസ് അവിടെ കിടക്കട്ടെ. ഇത് തിരിച്ചെടുക്കുമ്പോഴത്തേക്കും എന്താവും? -4x സ്ക്വയർ. അതാ ഇനി -4 പുറത്തു കൊടുക്കാം. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണ്ട, റൂട്ടിന്റെ അകത്തേക്ക് പുറത്തെടുക്കാം അല്ലെ. റൂട്ടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തെടുക്കണ്ട. അതായത് ഇത് ഞാനിങ്ങനെ എഴുതി 4x സ്ക്വയർ പ്ലസ് 9x അല്ലെ. ഇനി ഇതിൽ നിന്ന് -4 ഇവിടെ നിന്ന് പുറത്തെടുക്കാം. അപ്പൊ ഇവിടെ 4 ആവും. മനസ്സിലായ? -4 x സ്ക്വയർ പ്ലസ് 9/4 മൈനസ് അവിടെ മൈനസ് ആവും കേട്ടോ. ഇത് മൈനസ് ആവും കേട്ടോ. എക്സിന് പുറത്തെടുക്കണ്ട, എക്സ് ചെയ്തോടാ. ഇനിയിപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിന്റെ കോഎഫിഷ്യന്റ് ആഡ് ചെയ്യുക, മൈനസ് ചെയ്യുക കേട്ടോ. അഭിരാം കിട്ടിയാ? വേണ്ടതേ ആദ്യം എക്സ് സ്ക്വയറിന്റെ ടൈമല്ല ആദ്യം വരണം, അത് രീതിയിൽ അറേഞ്ച് ചെയ്യുക. അപ്പൊ എങ്ങനെ വരും? dx by root of -4x സ്ക്വയർ പ്ലസ് 9x അല്ലേ. ഇനി ഇതിൽ നിന്ന് -4 പുറത്തെടുക്കുക. അപ്പൊ എന്ത് വരും? dx by root of -4 ഇൻറ്റു എന്ത് വരും? എക്സ് സ്ക്വയർ. പിന്നെ ഈ -4 വെച്ചിട്ട് ഇവിടെ വരുമല്ലോ. അപ്പൊ ഇത് -9/4x വരും. ഇനി ഈ പറഞ്ഞ പോലെ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. പകുതിയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്താ? പകുതി എന്തായിരിക്കും ഇതിന്റെ? അതിന്റെ പകുതിയുടെ സ്ക്വയർ ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക. അപ്പൊ എന്ത് വരും? അതിന്റെ സ്ക്വയർ കേട്ടോ വേണ്ട. കിട്ടിയാടാ? കിട്ടിയാ? ഫൈനാൻസ് കിട്ടിയാ? എവിടെ കാണിച്ച്? 9/2 ആണോ? അതെങ്ങനെ? -4 അല്ലേ നീ പുറത്തെടുത്തത്? പിന്നെ എങ്ങനെ പറഞ്ഞു 2 ആയി? 9/4ന്റെ പകുതി എന്താടാ? 9/4 9/4/2 അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പൊ 9/8 വരും. എടാ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താ ഇവിടെ? 9/4 അല്ലേ. -4 നീ പുറത്തെടുത്തില്ലേ? എക്സിനെ മാറ്റി ഒറ്റയ്ക്ക് നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ?
ഇതാണ് കിട്ടിയത് നമുക്ക് ലാസ്റ്റ് റീഅറേഞ്ച്. ആ ഇനി എക്സ് ഒറ്റയ്ക്ക് നിർത്താൻ പാടില്ല. അപ്പൊ അവിടെ നിന്ന് ആ -4 പുറത്തോട്ട് എടുത്തു. -4 സ്ക്വയർ -9/4 എക്സ് ഇങ്ങനെ വന്നു. ഇനി ഇതിന്റെ സ്ക്വയർ ഇതിനൊറ്റയ്ക്ക് നിർത്താൻ പാടില്ല എക്സിന്റെ സ്ഥാനത്തിന്. അപ്പൊ പുറത്തെടുക്കണം. എക്സ് സ്ക്വയറിന്റെ കൂടെ എന്ത് കിടക്കണം പുറത്തെടുക്കും. മറ്റേതാണ് നമ്മൾ 1/9 പുറത്തെടുത്തത്. ഇനി ഇതിന്റെ പകുതി എന്താ 9/4ന്റെ പകുതി എന്ന് പറയുമ്പോഴത്തേക്ക് 9/4/2 വരും. 9/8 വരും. അത് ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട് ചെയ്യാം. 9/4ന്റെ പകുതിയിലടാ 9/8 പറഞ്ഞു കൊടുക്കണ കിട്ടിയാ മൈനസ് വല്ലതും ഉണ്ടോ? -4 ഒക്കെ കട്ട് ചെയ്ത് കളഞ്ഞോട്ടോ. കിട്ടിയാ അൻപത് മൈനസ് വരുന്നുണ്ടോ? മൈനസ് പോയില്ലേ? ഇതെന്താ സൈൻ x/a ആ ഫോമിൽ സൈൻ ഈ സൈൻ അകത്തോട്ട് എടുത്താൽ മതി. ഈ മൈനസ് കിട്ടിയാടാ? ആര് ചെയ്യണം? ബ്രേക്ക് ഇത് ചെയ്ത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ബ്രേക്ക് എടുത്തു. കിട്ടിയാ? ഇത് ഏത് ഫോർമുല ഇട്ട് കൊടുത്താ നീ? x² - a² അല്ലേ ഫോർമുല? √. അതേതാ ഫോർമുല എടുത്ത് നോക്കിയേ. ആ 10/8 നല്ലതാണ്. സൈൻ ഇൻവേഴ്സിന്റെ ഫോർമുല a² - x² അല്ലേ നടക്കണം? മൈനസ് ഒക്കെ അകത്തോട്ട് എടുത്തായിരുന്നോ? അത് അകത്തോട്ട് എടുത്തു നോക്ക്. മലയാളം എന്താടാ? ഹിന്ദി അറിയില്ലടാ. ആ മൈനസ് അകത്തോട്ട് എടുത്താൽ മതി കേട്ടാ. എന്താ ഹിന്ദി? നിങ്ങളെ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദിയാ? ഹിന്ദിയാ? നീയാ? 3 പഠിച്ചില്ലേ? തമിഴ് എഴുതാനും വായിക്കാൻ അറിയാം എനിക്ക്. വായിക്കാൻ അറിയാം, എഴുതാറിയില്ലെന്നാ? അതെന്താ? വായിക്കാൻ അറിയുന്നവർക്ക് എഴുതാൻ അറിയാലോ. കിട്ടിയാ? കിട്ടിയാ? അടുത്തത് മറ്റേ സ്പെഷ്യൽ ഇന്റഗ്രൽസ് അല്ലേ? കിട്ടിയാ? ബ്രേക്ക് ചെയ്തിട്ട് നീ ബ്രേക്ക് എടുത്തോ. സ്ക്വയർ ആഡ് ചെയ്യാൻ സബ്സ്ട്രാക്ട്. ഇത് പഠിച്ചായിരുന്നല്ലോ. എല്ലാ ഫോംസിന്റെ ഇല്ലേ എനിക്ക്?
Sydney. നിങ്ങളിത് പ്രോപ്പർ ഫങ്ഷൻ ആണെങ്കിൽ മാത്രമാണ് ഇങ്ങനെ ചെയ്യണത്. ഇംപ്രോപ്പർ ആണെങ്കിൽ അതിനെ എന്ത് മാറ്റണം? പ്രോപ്പറിലോട്ട് ആക്കണം. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യും ഇംപ്രോപ്പർ ആണ്? ഇവിടെ ഹിയർ ഇന്റഗ്രാൻഡ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് പ്രോപ്പർ ഫങ്ഷൻ, സോ വി ഡിവൈഡ്. ലോങ് ഡിവിഷൻ മെത്തേഡ്. ഡബിൾ ഇന്റഗ്രൽ ഇനി ഇത് ഏരിയയുടെ കഴിഞ്ഞാടാ. ഇനി അടുത്തത് മറ്റേതാ, ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫങ്ഷൻ. കഴിഞ്ഞാടാ. വീട്ടിൽ പോകുന്നു. നീ എവിടെ പോയി രാവിലെ? ആറ് പത്തായി, 6:15 കൂടെ. 6:25 അടുത്തെടുക്കണോ? അടുത്ത ഹെഡിങ് ചെയ്ത് കുറച്ച് എടുത്തിട്ട് പിടിക്കും. ബ്രേക്കാ എടാ. അടുത്തൊന്ന് എഴുതിക്ക്, ഇന്റഗ്രേഷൻ ബൈ ബ്രേക്ക് തര. ഇന്റഗ്രേഷൻ ബൈ എടാ അബിര നേരെ ഇരുന്നേ. ആ കസേരയൊക്കെ മാറ്റി സരിച്ചായിരിപ്പ്. നേരെ ഇരിക്കും, നേരെ ഇരിക്കും. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫംഗ്ഷൻ അടുത്ത ഹെഡിങ്. ഇതല്ലേ നീ സ്പീഡ് ചെയ്യുന്ന പറഞ്ഞത് ഗൗരി? A by അത് എളുപ്പമാണല്ലോ. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫംഗ്ഷൻ, ഫ്രാക്ഷൻസ്, പാർഷ്യൽ ഫ്രാക്ഷൻസ്. ഗൗരി, ഈ ടൈപ്പ് ഓഫ് ഫ്രാക്ഷനെ പറയണ പേരെന്താ? എന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഇതാ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലുള്ളത് പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കാൻ അറിയാലോ എനിക്ക്. ഇതെന്താ? ഇത് പ്രോപ്പർ ഫ്രാക്ഷൻ. ന്യൂമറേറ്റർ ചെറുതാണെങ്കിൽ അതെന്താ? പ്രോപ്പർ ഫ്രാക്ഷൻ. ഇതെന്താ? ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. അപ്പൊ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എങ്ങനെ പ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുന്നത്? ഡിവൈഡ് ചെയ്യണം. 7 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോ ഫങ്ഷൻസ് ആയിരിക്കും. മുകളിലും താഴത്തും എന്ത് വരും? ഫങ്ഷൻസ് വരും. എക്സിന്റെ ടേംസ് ഉള്ള x² + 1 അല്ലെങ്കിൽ അടിയിൽ x² - 2x + 3 ഇങ്ങനത്തെ ഫങ്ഷൻസ് ആയിരിക്കും വരുന്നത്. അപ്പൊ ഈ ടൈപ്പ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണതാണ് എന്താ? ഇന്റഗ്രേഷൻ ബൈ എന്താ? ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് മുകളിലും താഴത്തും എന്താ? പോളിനോമിയൽ ഫങ്ഷൻസ് വരും. അപ്പൊ ഇതിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്യും. പേജ് നമ്പർ 29 എടുത്ത് 253 അല്ല ഇത് പഠിക്കണം നിങ്ങള്. അപ്പൊ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും പോളിനോമിയൽ ഫംഗ്ഷൻ വരുമ്പോ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർമുലാസ് യൂസ് ചെയ്യണത് മെയിൻ ആയിട്ട്. അപ്പൊ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇത്ര ഫോർമുലാസ് പ്രോബ്ലംസ് ഒക്കെ അടുത്ത ക്ലാസ് ചെയ്യും. എന്നാ പഠിച്ചോതിരുന്നു. പഠിച്ച് കേൾപ്പിച്ചിട്ട് പോയിക്കോ. പഠിച്ച് നീ എപ്പ കേൾപ്പിച്ചു അപ്പൊ ഞാൻ വിടുന്നില്ല. എന്ത് പറ്റി?
പഠിക്കടാതിരുന്ന് പഠിച്ച് കേൾപ്പിച്ചാ പോയിക്കോ. അറിയണ്ട.